അഡ്വക്കേറ്റ് സേനാപതി വേണു, ഒന്ന് രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. എം കെ ഹരിദാസും വന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടിക്കകത്തെയും പാർട്ടിയുടെ പോഷക സംഘടനകൾക്കകത്തെയും വനിതകൾ ഇത്രമാത്രം അമർഷവും രോഷവും കൊണ്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. പരസ്യ പ്രതികരണങ്ങളിലേക്ക് തന്നെ വരാൻ നിർബന്ധിതരായി. അത്രമാത്രം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചു. രണ്ടാമത്തെ കാര്യം, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ പാർട്ടിക്കകത്തുള്ള ഈ പ്രതിഷേധിച്ച വനിതകളോട് ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം അല്ലേ? പക്ഷേ അതിനപ്പുറത്തേക്ക് നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ചത് പാലക്കാട്ടെ ജനങ്ങളാണ്. അവരോട് പ്രതിബദ്ധത കാണിക്കേണ്ടതല്ലേ? അതല്ലേ ആത്യന്തികമായി ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ജനപ്രതിനിധി ചെയ്യേണ്ടത്? ഇപ്പോൾ CPM-നെ കുറ്റപ്പെടുത്തി നിങ്ങൾക്ക് മുഖം രക്ഷിക്കാം, പക്ഷേ എങ്കിലും ആത്യന്തികമായി എന്തിനാണ് പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ എന്തിനാണ് പാലക്കാട്ടുകാർ ചുമക്കുന്നത്? അഡ്വക്കേറ്റ് സേനാപതി വേണു, താങ്കളോടാണ്. അല്ല, ഞാൻ എൻ്റെ ഒരു വിനീതമായ ഉത്തരം ഞാനത് ആദ്യ ഫേസിൽ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, വീണ്ടും ആവർത്തിക്കുക. ഒരാളെ MLA ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് ഫോർ എ പീരീഡ് ഓഫ് 5 years. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു, അത് അടുത്ത ഏപ്രിൽ മാസം, അപ്പം കഴിഞ്ഞ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ദിവസത്തെ കണക്കാണെങ്കിൽ മെയ് മാസം 20-ാം തീയതിയാണ് വന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും ഒക്കെ പ്രകാരമാണ് എങ്കിൽ ഏപ്രിൽ മാസത്തോടു കൂടി അടുത്ത നിയമസഭയുടെ കാലാവധി തീരുകയാണ്. അപ്പൊ ആ ഏപ്രിൽ മാസം വരെ ഈ നിയമസഭാ സാമാജികന് അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. ഒരാളെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ കാലാവധി തീരുന്നത് വരെ അദ്ദേഹത്തിന് MLA ആയിട്ട് തുടരാം എന്നുള്ളത് നിയമവ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നതാണ്. അവരെ തിരിച്ചു വിളിക്കാനായിട്ടുള്ള വ്യവസ്ഥകളൊന്നും ഇതിനകത്തില്ല. ഇപ്പോൾ 2-3 കാര്യങ്ങളാണ് ജയസൂര്യ സാർ മുമ്പേ സൂചിപ്പിച്ചത്. ഒന്ന്, അഗ്നിശുദ്ധി വരുത്തി വരട്ടെ. ഇപ്പോൾ തിളച്ച എണ്ണയിൽ കൈമുക്കിയോ അല്ലെങ്കിൽ തീക്കകത്ത് ചാടിയോ ഒന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് വരാനായിട്ട് പറ്റത്തില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ജനങ്ങളുടെ മുമ്പിൽ, ജനം എന്നുള്ളത് ജനം TVയുടെയും ജയസൂര്യ സാറിന്റെ പാർട്ടിയുടെയും മുന്നിലാണ് എങ്കിൽ ഞങ്ങൾക്ക് അതിന് തയ്യാറല്ല. ഇനി പാലക്കാട്ടെ ജനങ്ങൾ എന്നുള്ളത് അത് പാലക്കാട്ടെ വോട്ടർമാരാണ്. ആ വോട്ടർമാര് വൺസ് അയാളെ എലക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി അദ്ദേഹത്തിന് ഒരു കാലാവധിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, പാർട്ടി സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് എടുത്തു കളയാം, മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് എടുത്തു കളയാം. ഒരിക്കൽ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ നാളെ ഈ കേസിൽ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് ആ സ്ഥാനം തിരിച്ചു കൊടുക്കാനായിട്ട് ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥയിലും അത് കഴിയില്ല. ജയസൂര്യ സാർ പറഞ്ഞത് അഗ്നിശുദ്ധി തെളിയിക്കാനായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത്, അതൊക്കെ പിന്നീടുള്ള ഒരു കാര്യമല്ലേ. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്, പദവികൾ രാജിവെച്ചിട്ടുണ്ട്. ഒരു പ്രീസിഡന്റ്, അതായത് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഒരു ലൈംഗിക ആരോപണത്തിൽപ്പെട്ട ഒരു MLA ഞാൻ ഇന്ന കാരണത്തിൽ പെട്ടു എന്നതുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ച സംഭവം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായെങ്കിൽ പറ, നമുക്കത് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോ ഇവിടെ ചിലർക്ക് ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തമാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തം അതിപ്പോ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കുറച്ചുകൂടി CPM-നേക്കാൾ ഈ കാര്യത്തിൽ അഗ്രസീവായിട്ട് നിൽക്കുന്നു. കാരണം അകത്തുള്ളവരെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കാരണം വലിയ പ്രവർത്തന പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരു നേതാവാണ്. ചാനൽ ചർച്ചകളിലൂടെ ഞാൻ പറഞ്ഞത് ഉയർന്നു വന്ന ശബ്ദം അല്ലേ? അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അംഗീകാരങ്ങൾ. അപ്പൊ നോക്കൂ, പാർട്ടിക്കകത്ത് തന്നെ വലിയ മുറിവുറുപ്പുകൾ ഇല്ലേ? എല്ലാവർക്കും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം എന്താ, നമ്പ്യാർ എന്നെയും ജയസൂര്യയും ഇല്ലെങ്കിൽ ഹരിദാസ് സാറിനെയും വിളിച്ചിരിക്കുന്നത് നാട്ടിൽ വേറെ ആളുകളില്ലാത്തതുകൊണ്ടാണോ? അത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്ക് ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് അവഗാഹം ഉണ്ടാകണം, പഠനങ്ങൾ നടത്തണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇതിനകത്തല്ല ചുമ്മാ വന്ന് കയറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ജനം കേൾക്കുള്ളൂ, പിന്നെ ജനം കേൾക്കാൻ ഉണ്ടാകത്തില്ല. അപ്പൊ അയാൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചും കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ നല്ലപോലെ പഠനം നടത്തുകയും CPM എന്നൊരു പാർട്ടിക്കെതിരെ അഗ്രസീവായിട്ട് നിന്ന് പോരാട്ടം നടത്തുകയും അങ്ങനെ കോൺഗ്രസിന്റെ നേതൃത്വം
നേതൃത്വ നിരയിലേക്ക് വന്നു. ഇനിയിപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച്, പാലക്കാട്ടെ ബി ജെ പിയെ സംബന്ധിച്ച് എന്താ, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കാർ വിചാരിച്ചത് അവിടെ എങ്ങനെയെങ്കിലും ജയിക്കാം, 2ാം സ്ഥാനത്ത് അവരെത്തി. അവരുടെ ആ വിജയത്തെ തടഞ്ഞു നിർത്തിയത് അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവാണ്. അപ്പോ സ്വാഭാവികമായും ഒരാളെ തകർക്കാൻ ഇനിയിപ്പോ സന്ദേശത്തിലെ മാർഗമുള്ളൂ. നമ്മളൊരു രാഷ്ട്രീയ പ്രക്രിയയിലൂടെ ഇയാളെ തകർക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ വീണ് കിട്ടിയ ഒരു അവസരം, അത് ധാർമ്മികതയുടെ പേരാണ് ഉയർത്തുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അളക്കാൻ മാനദണ്ഡമോ കോലോ ഇല്ലാത്ത ഒന്ന് ധാർമ്മികത ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നതിനെ ധാർമ്മികതയായിട്ട് നമുക്ക് ഉപേക്ഷിക്കാം. ഇപ്പൊ വൈകുന്നേരം ഞാൻ ചാനൽ ചർച്ചയിൽ പോരാനായിട്ട് തുടങ്ങുമ്പോഴേക്കും മന്ത്രി ഗോവിന്ദന്റെ വാക്കുകളാണ് കേൾക്കുന്നത്. രാഷ്ട്രീയ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. എന്തുകൊണ്ട് മുകേഷ് രാജിവെക്കണം എന്ന് ഞാൻ ചോദിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചർച്ചയുടെ വിഷയം അതല്ല. ഇന്നയാളുടെ പേരിൽ കേസുണ്ടായി അല്ലെങ്കിൽ ഇന്നയാൾ ജയിലിൽ പോയി എന്നതുകൊണ്ട് ഇന്നയാൾ ഇത് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും പാടില്ല. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യം പറയുന്നു. ഇവിടെ ഒരു വേട്ടയാടൽ നടന്നിരിക്കുന്നോ എന്ന് സംശയിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ ഇതുപോലെ വിഷയത്തിന്റെ പേരിൽ മുൾമുനയിൽ നിർത്തി അപമാനിച്ചവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിച്ച് അവരെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെയൊക്കെ അവരെ മോശമായി ചിത്രീകരിക്കാവോ ഒക്കെ ചിത്രീകരിച്ച കഥകൾ അതെല്ലാം പിന്നീട് വന്നു പറഞ്ഞു. ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു. ഒറ്റ കാര്യം കൂടെ, ഒരു സെക്കൻഡ് കൂടി ഞാൻ ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ് AP അബ്ദുള്ള കുട്ടി. ആ AP അബ്ദുള്ള കുട്ടിയെ കോവളം ഹോട്ടലിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ DYFIക്കാർ അദ്ദേഹത്തെ അതിന്റെ ലോഞ്ചിൽ അടിച്ച് വീഴിച്ച് അയാളുടെ ഷർട്ടും വലിച്ചു കയറി. ഒരുപക്ഷെ കോൺഗ്രസിന് അന്ന് എന്താ പറഞ്ഞ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അന്ന് ഞാൻ അബ്ദുള്ള കുട്ടിയുടെ ആ ദയനീയമായ ഒരു മുഖം, അബ്ദുള്ള കുട്ടി ഞങ്ങളുടെ പാർട്ടി വിട്ടുപോയി, അതൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിന് നേരെ അന്ന് ആരോപണം ഉയർത്തിയ ആളുകൾ, ആ ആളുകൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റബോധം തോന്നുന്നുണ്ടോ? അയാളെ പോലെ ഒരാളെ അയാളുടെ രാഷ്ട്രീയ വ്യക്തി ഇത് എന്തുമായിക്കൊള്ളട്ടെ, അയാളെ പോലെ ഒരാളെ ഇങ്ങനെ ഒരു ആരോപണത്തിൽ വലിച്ചിഴച്ച് പരസ്യമായിട്ട് അയാളെ തല്ലിച്ചതച്ച് അയാളുടെ ഷർട്ടും വലിച്ചു കീറി അപമാനിച്ച സംഭവം ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് ധാർമ്മികതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം നമ്മുടെ എതിരാളിയായിട്ട് നിൽക്കുന്ന ആളുകളാവുമ്പോൾ ധാർമ്മികതയ്ക്ക് മൂർച്ച കൂടും, ശബ്ദം കൂടും. നമ്മുടെ കൂട്ടത്തിലുള്ളവരായി വരുമ്പോഴത്തേക്കും അത് ധാർമ്മികതയ്ക്ക് വേറൊരു വിഷയമാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വളരെ സുവ്യക്തമായ ഒരു തീരുമാനം അത് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു, പാർട്ടി അംഗത്വത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇനി ആ ധാർമ്മികത അദ്ദേഹം തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലാതെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാൻ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയില്ല. അദ്ദേഹത്തെ ബലിയാടാക്കാനും ഞങ്ങൾ തയ്യാറല്ല. അത് തന്നെയാണ് ഞങ്ങളുടെ സുവ്യക്തമായ അഭിപ്രായം.